CJ റോയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CJ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബത്തോട് മാപ്പ് ചോദിക്കുകയാണ് ആത്മഹത്യാക്കുറിപ്പിൽ കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടാമത്തത് ഈ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ടുണ്ട്. വിളിച്ച സമയത്ത് SITയോട് സാവകാശം തേടിയിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ. ഇപ്പോൾ വരാൻ കഴിയില്ല, കുറച്ചുകൂടി ഞങ്ങൾക്ക് സാവകാശം തരണം, ഇതാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. മറ്റൊന്ന്, ഈ അടുത്ത സമയത്ത് അതൊരു ഊഹാപോഹമാണ്, അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. ഈ അടുത്ത സമയം മുതൽ റോയിയും കുടുംബവും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലായിരുന്നില്ല എന്നാണ് പറയുന്നത്. അത് ചില ഊഹാപോഹങ്ങളാണ് ഈ അന്തരീക്ഷത്തിൽ നടക്കുന്നത് പോലെ. പക്ഷേ റോയി ഭാര്യയ്ക്കെല്ലാം അറിയാം, പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഭാര്യയ്ക്ക് അറിയാം. പിന്നെ ഈ നിക്ഷേപകരുടെ പിന്മാറ്റം, കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് ഉണ്ടായ സമയത്ത് നിക്ഷേപകർ പിൻവാങ്ങിയതിന്റെ ഒരു ഭയം, ഇതൊക്കെയാണ് റോയിയെ അലട്ടിയിരുന്നതെന്ന് പറയുന്നത്. മാത്രമല്ല, ഈ 3 മാസം റോയി ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ ആ ഫോൺ കോളുകളെല്ലാം SIT പരിശോധിക്കുന്നത് മാത്രമല്ല, നിരന്തരം വിളിച്ചവരെ അവരെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ 2 ഇന്റർനെറ്റ് കോളുകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി റോയി നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നവരുടെയൊക്കെ വിവരങ്ങൾ SIT ശേഖരിക്കുന്നുണ്ട്. അതായത് SITക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അതാണ് ഇതിന്റെ പുറകിൽ തന്നെ അവർ നിൽക്കുന്നത്. പ്രത്യേകിച്ച് കർണാടകയിലെ സർക്കാർ കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പിന്നെ കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇത് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ ഊഹാപോഹങ്ങൾക്കപ്പുറം യഥാർത്ഥത്തിൽ ഈ റോയിയുടെ ബിസിനസ് ജീവിതം അല്ലെങ്കിൽ റോയിയുടെ ഒരു വളർച്ച അത് എവിടെ മുതലാണ് ആരംഭിച്ചത്, എങ്ങനെയാണ് തുടങ്ങിയത്, എവിടം വരെ എത്തി നിന്നു? നമ്മൾ പറഞ്ഞല്ലോ, റോയി ഏകദേശം 2000 ആണ്ടോടുകൂടിയാണ് സജീവമായിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് രംഗത്തിന്റെ തുടക്കമായ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. അതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലരും പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിലേക്ക് വരുന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ശുക്രൻ ഉദിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിലുള്ള യാത്രയുടെ തുടക്കം അവിടെയാണ്. അത് 2000-ലാണ്. 2000-ൽ അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ഒരു സാധാരണ ജീവനക്കാരനായിട്ട് വരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കഴിവും പ്രാപ്തിയും എല്ലാം അവർ തിരിച്ചറിഞ്ഞു. വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പമാണ്, ഊർജ്ജസ്വലനാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. അങ്ങനെ 2005 അദ്ദേഹത്തിന് അവിടെ വളരെ വലിയൊരു പ്രൊമോഷൻ കിട്ടുകയാണ്, PR മാനേജർ എന്ന രീതിയിൽ. അത് അദ്ദേഹത്തിന്റെ കഴിവിനെ കൂടുതൽ മനോഹരമായിട്ടും കമ്പനിക്ക് ഗുണകരമായിട്ടും, അതായത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് ഗുണകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ആ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടും ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്താണോ ലക്ഷ്യമിട്ടിരുന്നത് അതിനേക്കാൾ കൂടുതൽ വളർച്ച നേടി വിറ്റുവരവിൽ വലിയ മേന്മയുണ്ടാക്കി. ഉദാഹരണത്തിന് 500 കോടിയിലേറെ രൂപയുടെ വിറ്റുവരവരൊക്കെ ഒരു അന്നത്തെ കാലത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. ബിൽഡേഴ്സുമാരെല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബിസിനസ് എംപയറായിട്ട് ഇവർ മാറുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം മികച്ച വളർച്ച. അതായത് ഇവർ ഏത് പ്രോജക്റ്റ് അനൗൺസ് ചെയ്താലും വളരെ പെട്ടെന്ന് ചൂടപ്പം പോലെ പോകുന്നു. ഇതിന്റെ ഗുണനിലവാരത്തിൽ ആൾക്കാർക്ക് വിശ്വാസം വരുന്നു. ഇവർ കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന രീതിയിൽ വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, ഇപ്പോൾ ഇന്നത്തെ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഇന്നൊരു ബിസിനസ്സുകാരൻ എന്താണ് ചെയ്യുന്നത് അത് അന്നേ അവരുടെ കാര്യക്ഷമത കൊണ്ട് തന്നെ ചെയ്തിരുന്നു. അവരുടെ ഓഫീസുകൾ വളരെയേറെ സാങ്കേതികമായിട്ട് മികവ് പുലർത്തിയിരുന്നാണ്. അവിടുത്തെ ഓഫീസ് സ്റ്റാഫുകളെല്ലാം വളരെ ഡെഡിക്കേഷൻ ഉള്ളവരും ക്വാളിഫൈഡുമായിരുന്നു. ആ രീതിയിൽ അവർ മുന്നേറി. എന്നാൽ ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഗുണം കൊണ്ട് അദ്ദേഹം ആ ഫാമിലിയുമായിട്ട് അദ്ദേഹം ആ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാകുകയാണ് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിനും ലതാ നമ്പൂതിരിക്കും അതേപോലെ തന്നെ കൃഷ്ണൻ നമ്പൂതിരിക്കും ഒക്കെ ഒരേ രീതിയിൽ ഡിസിഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള, അതായത് 3 പേർക്ക് അതിന്റെ ഹൈ പവർ കമ്മിറ്റി എന്ന് പറയുന്ന രീതിയിൽ 3 പേര് നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് അത് മാറി. ആദ്യമേ അത് 2 പേരായിരുന്നു. അപ്പോൾ 3 പേർ, സ്വാഭാവികമായിട്ടും പല ചീത്തപ്പേരുകളോ ആക്ഷേപങ്ങളോ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിരുന്നു. അത് കമ്പനിയെ സംബന്ധിച്ച്, കമ്പനിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ബാധിക്കുന്ന രീതിയിലായിരുന്നില്ല തുടക്കത്തിലെങ്കിലും. പിന്നീട് അത്തരത്തിലുള്ള കുറേയേറെ കാര്യങ്ങൾ പൊതുരംഗത്ത് ചർച്ച ചെയ്തു തുടങ്ങി. എന്തായാലും 2000 ഇദ്ദേഹത്തിന് അപ്പോൾ ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേന്മ കൊണ്ട് തന്നെ അവർ യാതൊരു ഇൻവെസ്റ്റ്മെന്റും വാങ്ങിക്കാതെ സ്വതന്ത്ര തീരുമാനം എടുക്കാവുന്ന രീതിയിലുള്ള ഒരു പാർട്ണറാക്കി മാറ്റി അദ്ദേഹത്തെ. ആ പാർട്ണർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അതിന് പറയുന്ന ഒരു പേര് ഗുഡ് വിൽ പാർട്ണർ എന്നാണ്. അതായത് സ്ഥാപനത്തിന്റെ ഒരു മേന്മയും അഭിവൃദ്ധിയും കാക്ഷിക്കുന്ന ഒരാളെന്ന രീതിയിൽ അത് ഉറപ്പുവരുത്തിക്കൊണ്ട് അതിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു രീതി അങ്ങനെ വന്നു. പക്ഷെ ഇതിനിടയിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വരുന്ന നിക്ഷേപങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ നേരിയ തോതിൽ ഇടി വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ 2006 അവസാനം 2007 തുടക്കത്തിൽ കമ്പനിയുടെ വിറ്റുവരവിൽ ഗണ്യമായ കുറവ് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അത്
വളരെ പെട്ടെന്നാണ് ആ കുറവ് വരുന്നത്. അപ്പോൾ റോയി അവിടെ നിറങ്ങാൻ തയ്യാറെടുക്കുകയാണോ അല്ലെങ്കിൽ തയ്യാറായിരുന്നു എന്നൊരു സംശയം വരുന്നത്. കാരണം ഇതേ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും കൃഷ്ണൻ നമ്പൂതിരിയും ആയിട്ട് ഇദ്ദേഹം അഭിപ്രായ വ്യത്യാസത്തിലാകുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസത്തിലാകുമ്പോൾ ഇത് പരമാവധി സ്റ്റെബിലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീധരൻ നമ്പൂതിരി വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. കാരണം അദ്ദേഹം പുറത്തു പോകുന്നത് അത്ര നല്ലൊരു കാര്യമല്ല കമ്പനിയെ സംബന്ധിച്ചും. അല്ലെങ്കിൽ ആ ഒരു ബന്ധം വേണ്ട രീതിയിൽ ശരിയായ രീതിയിൽ മുന്നോട്ട് പോയാൽ കമ്പനിക്ക് ഇനിയും ഉയർച്ച ഉണ്ടാകുന്ന പ്രതീക്ഷയായിരിക്കാം. പക്ഷെ എന്തായാലും കാര്യങ്ങൾ തകിടം പറഞ്ഞു. ഇദ്ദേഹം അവിടെ നിന്ന് പുറത്തു പോകുന്നു. പുറത്താക്കിയതാണെന്ന് പറയുന്നവരുകൊണ്ട് പുറത്തു പോകുന്നു പറഞ്ഞു. എന്തായാലും അദ്ദേഹം അവിടെ നിന്ന് പടി ഇറങ്ങുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഈ പടി ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം വളരെ വലിയ ഒരു അവകാശം ചോദിക്കുകയാണ്. ₹1 പോലും ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാൾ അത്രയും ഭീമമായ രീതിയിൽ അവകാശം ചോദിക്കുക എന്ന് പറയുമ്പോൾ അത് കൊടുക്കേണ്ട രീതിയിലേക്ക് ക്രിസ്റ്റൽ ഗ്രൂപ്പ് സമ്മർദ്ദത്തിലായി. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാൾക്ക് വലിയ ഒരു എമൗണ്ടും അതേപോലെ തന്നെ പ്രോപ്പർട്ടീസും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കേണ്ടി വന്നെന്നുള്ളത്. അപ്പോൾ ചിലർ പറയുന്നത് അത് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ കൃഷ്ണൻ നമ്പൂതിരിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹം ഭാര്യയുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് അവരുടെ ഉപദേശം കിട്ടി, അതുകൊണ്ട് ചെയ്താണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തുമായിക്കോട്ടെ, അവരുടെ ഫാമിലി കാര്യമാണ്. ആ രീതിയിൽ പുറത്തേക്ക് പോകുന്നു. പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം 500 കോടിക്ക് അപ്പുറം 600 കോടിയുടെ എത്തുന്ന ഒരു വിറ്റുവരവിൽ നിന്ന് 30-40 കോടി രൂപയിലേക്ക് ഒതുങ്ങിയ ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അത് സാധാരണ ചെറുകിട ബിൽഡേഴ്സിന് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു സാധാരണ ചെറുകിട ബിൽഡേഴ്സിന് പോലും സാധിക്കും. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇദ്ദേഹം പുറത്തു പോകുമ്പോൾ അത് കമ്പനിയെ സംബന്ധിച്ച് വലിയ ആഘാതമായി. അതെ, ഇതുമായി ബന്ധപ്പെട്ട് പലരും പറയുന്ന പല കഥകളും ഉണ്ട്. അതായത് അതിലൊക്കെ 95% സത്യമുണ്ട് ചില കഥകളിൽ. അത് പലതും നമുക്കിപ്പോൾ തുറന്നു പറയാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഈ റോയിയുടെ ഒരു റോയി 32-ാമത്തെ വയസ്സിലോ 35-ാമത്തെ വയസ്സിലോ ഫ്ലൈറ്റ് വാങ്ങിയെന്നൊക്കെയാണ് പറയുന്നത്. ഈ ഫ്ലൈറ്റ് വാങ്ങാനുള്ള പണം എവിടെ നിന്നാണ്? തുടക്കക്കാരനായി ബിസിനസ്സിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് എങ്ങാണ്ടാണ് റോയി ഫ്ലൈറ്റ് വാങ്ങിയത്. ആ സമയത്ത് ഒരു ഫ്ലൈറ്റ് വാങ്ങാനുള്ള വരുമാനമൊക്കെ റോയിക്ക് എവിടെ നിന്നാണ് ഉണ്ടായതെന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഇപ്പോൾ ആളുകൾ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, നമ്മളിവിടെ തുടക്കത്തിൽ നമ്മൾ റോയി അനുകൂലിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ചതിയെ നിങ്ങൾ മറന്നുപോയി. ഒരു നമ്പൂതിരിയും ഭാര്യയെയും ചതിച്ചാണ് ഇയാൾ ഈ പദവിയിലേക്ക് ഉയർന്നു കയറിയത്. അവരുടെ കണ്ണുനീരിന് വകയിൽ ആനയാണ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഇട്ട് അലക്കിയേരാം. ഇനി നമ്മൾ നമ്പൂതിരിയുടെയും ഭാര്യയുടെ ഒപ്പം നിന്നിട്ട് റോയി പറയും അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ ഒരിടവും നിൽക്കാൻ പറ്റാത്ത, പക്ഷെ നമ്മൾ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഇവരുടെ കുടുംബത്തെ അറിയാവുന്ന പലരും പറയുന്ന കഥകൾ കേട്ടിട്ട്, അതായത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്നിട്ടൊന്നും അറിയാത്ത ആളെ പോലെ ഇത്രയും കാല സമൂഹത്തിൽ ഈ പറയുന്ന നമ്പൂതിരിയൊക്കെ നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലങ്ങളായി. 2015 കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെ ഇന്നലെയും കണ്ടു എന്ന് പറയുന്ന പലരും. അതെ, അദ്ദേഹത്തെയും ഭാര്യയും ഒരുമിച്ച് ഇന്നലെ രാവിലെ കണ്ടു എന്ന് പറയുന്നവരടക്കമുണ്ട്. അതിലെ സത്യാവസ്ഥ എനിക്കറിയില്ല. ഭാര്യ അദ്ദേഹത്തെ ഒരുമിച്ച് കണ്ടു എന്നൊക്കെ പറയുന്നതില് ഇതാരും കാണാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടു, വേണമെങ്കിൽ സുകുമാരക്കുറുപ്പിനെ ഞാൻ കണ്ടു എന്ന് എനിക്ക് പറയാം. എവിടെ കണ്ടു, എങ്ങനെ കണ്ടു എന്ന് പോലീസ് ചോദ്യം ചെയ്യുമ്പോഴല്ലേ അറിയേണ്ടത്. അപ്പോൾ അതുപോലെ പലരും പറയുന്നുണ്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ MD ഭാര്യയെ ഞാൻ ഇന്നലെ ഒരുമിച്ച് കണ്ടു, അവരോടൊപ്പം ഞാൻ അത്താഴം കഴിച്ചു, അല്ലെങ്കിൽ അവരോടൊപ്പം ഞാൻ ആഹാരം കഴിച്ചിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുൻപെടുത്ത ഫോട്ടോയൊക്കെ ഇപ്പോഴും ഇട്ടിട്ട് പലരും കിടന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തെയും ഭാര്യയും ഞാൻ കണ്ടു, സംസാരിച്ചു, അവര് വല്ലാത്ത വിഷമത്തിലാണ്. ശരിയാണ്, അവരുടെ സത്യത്തിൽ ഈ ഒരു വാർത്ത ചെയ്തതിന് ശേഷമാണ് ഒരു കുടുംബം അനുഭവിച്ച വേദന എത്രത്തോളം, അല്ലേ? അപ്പൊ നമുക്കൊക്കെ നമ്മളെ കയ്യിൽ നിന്നൊക്കെ ഒരു 500 രൂപ നഷ്ടപ്പെട്ടാൽ നമ്മളൊക്കെ ഇപ്പോഴും ആ നഷ്ടപ്പെട്ടതിന് 500 രൂപയെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ 500 രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെയൊക്കെ സംബന്ധിച്ച് 5000-ന്റെ വിലയുണ്ട് 500 രൂപയ്ക്ക്. അപ്പോൾ സ്വാഭാവികമായി നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇത്രയും ലക്ഷങ്ങൾ, കോടികൾ, അതും കൂടപ്പിറപ്പിനെ പോലെ വിശ്വസിച്ചിരുന്ന ആള് കുടുംബത്തിൽ കയറി കളിച്ചതും പോരാഞ്ഞിട്ട് പിന്നീട് തൻ്റെ വകകളും സ്വത്തുക്കളും കൊണ്ടുപോയെന്ന് അറിയുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ ഒരു മനുഷ്യന്റെ. അദ്ദേഹം മരിക്കാതിരുന്നതിലാണ് പലർക്കും വിഷമം. കാരണം അദ്ദേഹം മരിച്ചു എന്ന് നമ്മൾ എവിടെയോ അറിയാതെ പറഞ്ഞു പോയി. അദ്ദേഹം ജീവനോടെ ഇരിക്കട്ടെ, ദീർഘായുസ്സും കൊടുത്ത് സമാധാനത്തോടെ അദ്ദേഹം ഇനിയെങ്കിലും മനസമാധാനത്തോടെ അദ്ദേഹം ജീവിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ആ മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും മരണത്തിന് തുല്യമായാണ് അദ്ദേഹം ജീവിച്ചത്? അതെ, അത് ആക്ച്വലി അത് പറഞ്ഞു വരുമ്പോൾ
ഈ നമ്മളുടെ സ്ഥാപനത്തിൽ ഒരാൾ ജോലിക്ക് വരുന്ന ഒരാൾ വിശ്വസ്തനാണെന്ന് കണ്ടാൽ സാധാരണ എല്ലാവരും നമ്മളുടെ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് എൻ്റെ ഭാരം മറ്റൊരാളുടെ ജോലിയിലേക്ക് വെച്ച് എനിക്ക് വിശ്വസ്തനാണല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു ഭാരം ഏൽപ്പിക്കുമ്പോൾ അതിന് യോഗ്യതയുള്ള ആളാണെന്ന് ഇത്ര നാളത്തെ പ്രവർത്തനം കൊണ്ട് തെളിയിക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ ഈ ഭാരം എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളുടെ ഭാരം കൂടിയാണ്. അപ്പൊ അത് സ്വതന്ത്രമായിട്ട് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്പൂതിരിക്ക് ഈ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലുള്ള ശ്രദ്ധ കുറയുകയും മൊത്തം വിശ്വാസം മിസ്റ്റർ റോയിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് മനുഷ്യസഹമായ മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ താല്പര്യങ്ങളോ ഒക്കെ വരും. അത് ഈ ശർക്കരക്കുടത്തെക്കുറിച്ച് പറയുന്നത് പോലെയാണത്. ആർക്കും അങ്ങനെ താല്പര്യങ്ങൾ വരും, അതെന്തുമാകട്ടെ. പക്ഷേ ഇദ്ദേഹം ഈ റോയ് എവിടെ നിന്ന് പോയതിനു ശേഷം ഞാൻ പല സ്ഥാപനങ്ങളിലും കണ്ടിരിക്കുന്ന ഒരു കാര്യം അവിടെയും സംഭവിച്ചു. അതായത് ഒരാൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നാളും എനിക്ക് എന്നെ വളർത്തിയ എന്നെ നട്ടു നനച്ചൊരു സ്ഥാപനമാണല്ലോ, അതിനോടൊരു കൃതജ്ഞത വേണമല്ലോ, ഒരു അല്പമെങ്കിലും ഒരു ബഹുമാനവും സ്മരണയും വേണമല്ലോ. പക്ഷെ പോകുന്നവരെല്ലാം പിന്നെ അത് മുടിഞ്ഞു പോട്ടെ എന്ന രീതിയിൽ ചിന്തിക്കുന്നത് പലയിടത്തും കണ്ടിട്ടുണ്ട്. റോയ് എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും റോയ് പോയതിനു ശേഷം റോയിയുടെ സ്ഥാപനത്തിലേക്ക് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഏറ്റവും നല്ല രീതിയിൽ സെയിൽസ് മേഖലയിലും അതിൻ്റെ ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങളിലും പ്രവർത്തിച്ചിരുന്ന ആൾക്കാരെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ അവർക്ക് ജോലി കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. ഇത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇനി ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഒരു അധപ്പതനത്തിൽ റോയ് പെട്ടെന്ന് വളർന്ന് പന്തലിച്ചപ്പോൾ ഇവരെല്ലാം അദ്ദേഹത്തിന്റെ പരിചയം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ജോലി തരുമോ സാറേ എന്ന് ചോദിച്ചു പോയതാണോ, അതോ അല്ല നിങ്ങളിങ്ങോട്ട് വരും, നിങ്ങൾ മിടുക്കരാണല്ലോ അതുകൊണ്ട് ഇവിടെ ജോലി ചെയ്യാം എന്ന് പറഞ്ഞാണോ എന്നറിഞ്ഞു. എന്തായാലും അതും ക്രിസ്റ്റൽ ഗ്രൂപ്പിന് കൂനിൽമേ കുരു എന്ന രീതിയിൽ വലിയ തലവേദനയായി. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിന് ധാരാളം കേസുകൾ വരുന്നുണ്ട്. നിക്ഷേപകർ പിന്മാറുന്നു, പണം ചോദിക്കുന്നു, വലിയ ബഹളങ്ങൾ. ഇപ്പൊ റോയിക്ക് എന്താണോ ഇപ്പോഴല്ല കുറച്ചാൾ മുൻപ് മുതൽ അനുഭവിച്ച അതേ കാര്യങ്ങളുടെ സെയിം ഫോട്ടോ കോപ്പി തന്നെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ മാനസികമായിട്ട് തകരുന്നു. ഒരു രീതിയിലും സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത രാജകീയമായ ജീവിതം നയിച്ചവരെ സത്യസന്ധരായിരുന്നെങ്കിൽ പോലും അവർ ആ അവസ്ഥയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രതീക്ഷയായിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവരെന്ത് ചെയ്തു? ഇവർ ഈ സ്ഥാപനത്തെ നിലനിർത്തണമല്ലോ. കാരണം ഇത് എത്രയോ വർഷങ്ങളായിട്ട് അവർ പൊക്കിക്കൊണ്ടുവന്ന ഒരു സ്വപ്നമാണ്. അതിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് അവർക്ക് ഈ അതിജീവനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കണം. അവർക്ക് എത്രയോ അധികം വസ്തുക്കൾ ഈ പ്രൊജക്റ്റിന് വേണ്ടി വാങ്ങിയിട്ട വസ്തുക്കളുണ്ട്. നഗരത്തിൻ്റെയും ജില്ലയുടെയും കണ്ണായ പ്രദേശങ്ങളിൽ ഇപ്പോഴും വിൽക്കാതെ കിടക്കുന്ന വസ്തുക്കൾ ധാരാളമുണ്ട് അവർക്ക്. അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം വിറ്റ് കുറേയൊക്കെ അങ്ങനെ വിറ്റ് അതോടൊപ്പം തന്നെ വിൽക്കാൻ പറ്റാത്ത ധാരാളം അവസ്ഥ വന്നു. അതായത് നമുക്കറിയാമല്ലോ ഈ ജപ്തി എന്ന് പറയുന്ന അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. എനിക്ക് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രൊജക്റ്റിൽ നിന്ന് ആ പ്രൊജക്റ്റിൽ നിന്ന് ഞാൻ പിന്മാറുകയാണെങ്കിൽ കമ്പനിക്ക് ഒരു പക്ഷേ എല്ലാവരും കൂടെ ചോദിക്കുന്ന സമയത്ത് പണം കൊടുക്കാൻ പറ്റുകയില്ല. അത് എല്ലാ കമ്പനികളുടെയും പ്രത്യേകതയാണ്. അത് റോയ്ക്കും സംഭവിക്കാം, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കും സംഭവിക്കാം. മനഃപൂർവ്വം ചെയ്യുന്നതല്ല, എല്ലാവരും കൂടെ ഒരൊറ്റ സമയം ചെന്ന് പണം ചോദിച്ചാൽ അത് കൊടുക്കാൻ ആർക്കും പറ്റുകയില്ല. അവർ പല പ്രൊജക്റ്റിലാണ് അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്ന സന്ദർഭത്തിൽ അവരെല്ലാം ഈ അറ്റാച്ച്മെന്റ് കോടതി വഴി അറ്റാച്ച് ചെയ്തപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഫ്രീസ് ആകുന്ന ഒരവസ്ഥയിലായി. അത് മൂവ് ചെയ്യുന്നില്ല. പിന്നെയോ അവരുടെ പ്രൊജക്റ്റിലുള്ള വിശ്വാസം ആൾക്കാർക്ക് പോകും. നിലവിൽ പൂർത്തിയായതോ ഭാഗികമായി പൂർത്തിയായതോ പ്രൊജക്റ്റുകളെല്ലാം ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. അവർ നിന്നൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു കെട്ടിടമോ വില്ലയോ ഫ്ലാറ്റോ എടുത്താൽ ഞങ്ങൾ കേസിൽ പെടുമെന്നുള്ള ഭീതി ജനങ്ങൾക്ക് വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാ സാധ്യതകളും ഇതോടി പോവുകയാണ്. എന്നാൽ ഇതിനെ മിടുക്കരായി മാർക്കറ്റ് ചെയ്തിരുന്ന കമ്പനിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ ഇപ്പോൾ അവരുടെ കൂടെ ഉണ്ടോ? ഇല്ല. അതല്ല, ഇപ്പോൾ മറ്റ് ഒരു സ്ഥാപനത്തിലേക്ക് മാറി. ഇത് ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ആ ഗ്രൂപ്പിനെ നശിപ്പിച്ചത്. എങ്കിലും അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. അവർ നമ്മുടെ ശാന്തിമഠം ബിൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു ബിൽഡേഴ്സ് ഉണ്ടല്ലോ, അത് ഗുരുവായൂരൊക്കെ കേന്ദ്രീകരിച്ച് വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പ്രൊജക്റ്റുകൾ നടത്തി എസ്റ്റാബ്ലിഷ് ആയ ഒരു സ്ഥാപനമാണ്. പക്ഷെ അവരോട് സംസാരിച്ചപ്പോൾ തമ്മിലുള്ള ഒരു 10 കോടി രൂപയുടെ ഇടപാടിനെ സംബന്ധിച്ചൊരു അത്ര ഒരു തർക്കം വരികയോ അല്ലെങ്കിൽ അത്ര ഓക്കെ അല്ല. 2 കൂട്ടരുടെ സാമ്പത്തിക നില ആ സമയത്ത് വളരെ മോശമായിരുന്നു. മറ്റൊരു മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടന്നില്ല. പിന്നെ അവസാനിക്കുക എന്നൊരു, അതായത് ഇതിൽ നിന്നെങ്കിലും രക്ഷപ്പെടുക എന്നൊരു മാർഗമല്ലേ മുന്നിലുള്ളൂ. അങ്ങനെ 2015 ഇവർ പൊതുരംഗത്ത് പിന്നെ അവർ കണ്ടിട്ടില്ല. ഈ 2 വ്യക്തികളും പിന്നീട് ഇത് കേസിന്റെ പുറകെയും മറ്റു കാര്യങ്ങളുമായിട്ട് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. പലരും പറഞ്ഞവർ ആത്മഹത്യ എന്ന്, അവർ ആത്മഹത്യ ചെയ്തിട്ടില്ല. അവരൊരു ഇപ്പൊ റോയ് പറയുന്നില്ലേ, ബിസിനസ്സിൽ ആർക്കും ഒരു നഷ്ടവും വരുത്തരുത്, അവരെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തവരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ പോലെ കൃഷ്ണൻ നമ്പൂതിരിയുടെയും ഞാൻ എപ്പോഴും ഉണ്ണി എന്ന് പറയുന്നുണ്ട്, ലതാ നമ്പൂതിരിയുടെയും
ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് നമ്മളെ വിശ്വസിച്ച ഒരാൾക്കും ദോഷം വരരുത്, അവർക്ക് ഇത് എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുന്നത്. പക്ഷെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്കെതിരെ ആരൊക്കെയാണോ നീങ്ങിയിട്ടുള്ളത് അവർക്കെല്ലാം വരുന്ന ഈ പല ആൾക്കാർ ഇതിൽ പിന്നീട് കുറേയേറെ ബുദ്ധിമുട്ടിലേക്ക്, ഇവരെ ചതിച്ചവർ പലരും ബുദ്ധിമുട്ടിലേക്ക് പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അവസാനം നമ്മൾ ശ്രീ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇത് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. റോയ് ദീർഘനാളായിട്ട് വിഷാദ രോഗത്തിന് അടിമയായിരുന്നു, മാനസികമായിട്ട് വളരെ തകർന്ന നിലയിലായിരുന്നു. അദ്ദേഹം അതിന് സൈക്കാട്രി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ട്. അപ്പോൾ അദ്ദേഹം വലിയൊരു ഗ്രൂപ്പിന്റെ തലവനായിട്ട് കോടികൾ കയ്യിലൂടെ ഒഴുകി അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇത്രയേറെ മാനസികമായ സംഘർഷം, ബിസിനസിന്റെ സംഘർഷം കൊണ്ട് ഒരാൾക്കും ഇങ്ങനെ വരികയില്ല, ഡിപ്രഷനിലേക്ക് പോവുകയില്ല, വിഷാദരോഗം വരികയില്ല. ബിസിനസിന്റെ സംഘർഷം എന്ന് പറയുന്നത് മറ്റൊരു തലമാണ്. നമുക്ക് എത്രയോ ബിസിനസ്സുകാരെ അറിയാം, ഈയേക്കാൾ വലിയ മീനുകളെ നമുക്കറിയാം. അവരൊക്കെ വളരെ സുഖസമൃദ്ധമായ രീതിയിൽ സന്തോഷത്തോടു കൂടി ആൾക്കാരോട് ഇടപെടുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് വിഷാദരോഗം വന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. തീർച്ചയായിട്ടും ഈ പശ്ചാത്താപം എന്ന് പറയുന്നത് മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഏതോ ഒരു ഘട്ടത്തിൽ പശ്ചാത്താപം തോന്നി, ആ പശ്ചാത്താപത്തിൽ ചെയ്ത തെറ്റുകളൊക്കെ ഒരുപക്ഷെ ഓർമ്മയിൽ വന്നിട്ടുണ്ടാകും. അതിൽ ജീവിച്ചിരിക്കുന്നതിൽ നല്ലത് മരണമാണെന്ന് തോന്നി കാണും. എന്തായാലും ജോസഫ് പറയുന്നുണ്ട്, മാനേജിംഗ് ഡയറക്ടർ, ഒരു പ്രശ്നവുമില്ല, കോൺഫിഡന്റ്, ഇപ്പോഴും കോൺഫിഡന്റ് ആയി തന്നെയാണ് നിൽക്കുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ടില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ SIT പറയുന്ന കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. അപ്പോൾ ജോസഫിന് എന്തൊക്കെയോ അറിയാം, ഒന്ന് പിടിച്ചു കുടഞ്ഞാൽ കുറച്ചുകൂടെ കിട്ടുമായിരിക്കാം. അത് ഞങ്ങൾക്ക് സമയം വേണമെന്ന് പറയുമ്പോൾ ഇവർക്ക് ഈ കാര്യം ഇപ്പോൾ SIT എന്തിനാ വന്നിരിക്കുന്നത്? ഇതിന്റെ സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി. സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരേണ്ടത് ആരുടെയും കൂടെ ആവശ്യമാണ്, കുടുംബത്തിന്റെ. പക്ഷെ അവർക്ക് സമയം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സത്യം പുറത്തു വന്നാൽ ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും വിളിക്കാനുണ്ടോ എന്ന് ആൾക്കാരെ ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല, ആളുകളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. വിളിക്കാൻ ഇപ്പൊ കുടുംബ സാവകാശം ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ചിലപ്പോൾ മരണവുമായി ബന്ധപ്പെട്ട് മാനസികമായ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകില്ലായിരിക്കാം. രണ്ട്, ചില നിയമോപദേശങ്ങൾ തേടാം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയണം, എന്ത് പറയണം എന്നൊക്കെയുള്ള ചില നിയമോപദേശങ്ങൾ തേടാം. അതായത് ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും എന്ത് സംഭവിക്കുന്നുള്ളിടത്താണ് നിയമോപദേശം വേണം. സത്യസന്ധമായിട്ട് പറയുന്നിടത്ത് ഒരു നിയമോപദേശത്തിന്റെ ആവശ്യമില്ല. ഒരു കാര്യം കൂടി ഓർത്ത് നോക്കൂ, ഈ ഒരു കേസിനെ സംബന്ധിച്ച് ജോസഫ് പറയുന്നുണ്ടല്ലോ സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, നിക്ഷേപർ പലരും പിന്മാറി, പല ഏജൻസികൾ അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ആ നിക്ഷേപർ പിന്മാറി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ജോസഫ് പറയുന്നത്? അല്ല, അത് കൂടാതെ അദ്ദേഹത്തിന്റെ നിക്ഷേപകരുടെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പലതും അതീവ രഹസ്യമാണ്. അദ്ദേഹത്തിന്റെ നിക്ഷേപകർ എന്ന് പറയുന്നത് രാഷ്ട്രീയ രംഗത്തുള്ളവരുണ്ട്, സെലിബ്രിറ്റി എന്ന് വിളിക്കുന്ന മേഖലയിൽ, അത് സിനിമ മറ്റു മേഖലയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, വൻകിട ബിസിനസ്സുകാരുണ്ട്. അത് ഒരുപക്ഷെ ഇവരുടെ കയ്യിലുള്ള ബ്ലാക്ക് മണിയാണോ വൈറ്റ് മണിയാണോ നമുക്കറിയാം. എന്തായാലും അദ്ദേഹത്തിന് ഈ പറഞ്ഞ എല്ലാവരെയും സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വൈഫിന് അറിയാമെന്ന് പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ വൈഫിനെ ചോദ്യം ചെയ്യാൻ എത്രയും പെട്ടെന്ന് വൈഫ് രംഗത്തേക്ക് വരികയാണ് ചെയ്യേണ്ടത്. സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഇവർ പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ തോന്നുന്നു.